കിണ്ണ. അച്ചുവിൻ്റെ വിളി കാതിലേക്ക് അടിച്ചപ്പോഴാണ് ബദ്രി ആലസ്യത്തോടെ കണ്ണുകൾ തുറന്നത്. അടുത്ത് കൈകൾ കൊണ്ട് പരതി. സാധാരണ തൻ്റെ കൈക്കുള്ളിൽ കിടന്നുറങ്ങുന്ന പെണ്ണാണ്. പിന്നെ എന്തോ ഓർത്തപോലെ അവൻ ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു. നിലത്ത് വീണുകിടക്കുന്ന വസ്ത്രങ്ങൾ അവൻ്റെ ഉള്ളിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു. ബെഡിൽ പതിഞ്ഞു കിടക്കുന്ന അച്ചുവിനെ കണ്ട് അവൻ തലയിൽ കൈവച്ചു പോയി. ഉറക്കത്തിലാവണവൾ എന്തോ ഒരു ദുസ്വപ്നം കണ്ട് കഴിഞ്ഞ രാത്രിയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കുറ്റബോധം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. പാടില്ലായിരുന്നു. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. എന്താ ചെയ്യണ്ടേ എന്നറിയാതെ അവൻ തലക്കും കൈകൊടുത്തിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അവൻ ഞെട്ടിക്കൊണ്ട് വാതിൽക്കലേക്ക് നോക്കി. ഡോർ ചാരിക്കിടക്കുന്നേ ഉള്ളൂ. നിലത്ത് കിടന്ന മുണ്ടെടുത്തവൻ ഓടിച്ചെന്ന് വാതിലടച്ചു. നെഞ്ചിനുള്ളിലൊരു ഭാരം തോന്നി അവന്. നിലത്ത് കിടന്ന അച്ചുവിൻ്റെ വസ്ത്രങ്ങൾ കയ്യിലെടുത്തവൻ നിറകണ്ണുകളോടെ ബെഡിനടുത്തേക്ക് നടന്നു. മദ്യം കഴിക്കാൻ തുടങ്ങിയ നിമിഷത്തെ പഴിച്ചുകൊണ്ട് അവൻ അവളെ വസ്ത്രം ഇട്ടുകൊടുത്തു. അവളുടെ മുഖത്ത് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖമമർത്തി കിടന്നു. എന്തിനോ വേണ്ടി കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് തങ്ങൾക്കിടയിൽ നടന്നത്. കഴുത്തിലൂടെ ഒഴുകിയിറങ്ങിയ ചുടുകണ്ണുനീർ അവളുടെ ഉറക്കത്തെ ഇല്ലാതാക്കി. അച്ചു മുഖം ചുളിച്ചുകൊണ്ട് കണ്ണു തുറന്നു. ബദ്രി അവളെ നോക്കി കിടക്കുകയായിരുന്നു. അവളും അവനെ നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നിയവന്. കിണ്ണ, മേല് വേദനിക്കുന്നു. അതെന്താ? അവൾ ഇടർച്ചയോടെ പറഞ്ഞു. ബദ്രി അറിയാതെ വിതുമ്പിപ്പോയി. അവൻ അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. സോറി സോറി അച്ചുട്ട. എന്തിനാ കിണ്ണ? അച്ചുവിന് വേദന കുറച്ചേ ഉള്ളൂ. കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഓടിക്കളിച്ചിട്ടാ. നിഷ്കളങ്കമായ ചിരിയോടെ അത് പറഞ്ഞ് അവളുടെ മുഖം കാണുകെ ഹൃദയം പിടയുന്നൊരു വേദന തോന്നിയവന്. കിണ്ണൻ എന്തിനാ കരയിണേ? അവൻ്റെ കണ്ണുനീർ തുടച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. കിണ്ണന് സങ്കടം വന്നിട്ടാ. അച്ചുവിന് വേദനിച്ചില്ലേ, അതാ. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അച്ചുവിൻ്റെ വേദന മാറി നോക്കിക്കേ, പക്ഷേ ഇവിടെ വേദനയുണ്ട്. തോളിലെ ഡ്രസ്സ് മാറ്റി അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവൻ്റെ തല താഴ്ന്നു. ഒരു പാവം പെണ്ണ്. അവൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. മെല്ലെ മുഖമുയർത്തി തോളിലെ ദന്തക്ഷതങ്ങളിൽ മൃദുവായി ചുണ്ടു ചേർത്തു. വേഗം മാറൂട്ടോ, വേദനയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്തു. കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോ. വാത്സല്യത്തോടെ അവനെ നെറുകയിൽ ഒന്ന് മുത്തി. പുറത്തുനിന്ന് കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു. രാമച്ചൻ പോകുന്നതാണ്. അവൻ്റെ അമ്മയുടെ പുതിയൊരൈറ്റം. ബദ്രി ഒരു നിമിഷം ശങ്കറിനെ മനസ്സിലോർത്തു. ഇളം വെയിൽ വന്നു തുടങ്ങിയ മുറ്റത്ത് മറ്റൊരു കാർ ചീറിപ്പാഞ്ഞു വന്നെത്തി. കാറിൽ നിന്ന് മോഹൻ ഇറങ്ങി. ആ വീട് മൊത്തത്തിൽ ഒന്ന് നോക്കി. വീടിൻ്റെ ചുമരിൽ മുന്നേ എപ്പോഴോ കളിയിൽ അച്ചു കോറിയിട്ട അവളുടെ പേര് അയാളുടെ കണ്ണിലുടക്കി. പുച്ഛത്തോടെ ചിരിച്ചു. ബദ്രി അരികിൽ കിടക്കുന്ന അച്ചുവിനെ കൺചിമ്മാതെ നോക്കി നിന്നു. ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുന്തോറും അവൻ്റെ ഉള്ളിൽ അസ്വസ്ഥത നിറഞ്ഞു. എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. അവളൊന്നും അറിയുന്നില്ലല്ലോ എന്നത് അവനെ കൂടുതൽ വേദനിപ്പിച്ചു. ആ കുഞ്ഞി പെണ്ണിനെ ചേർത്ത് പിടിച്ച് സിന്ദൂരം പടർന്ന നെറുകയിൽ അമർത്തിമുത്തി. അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് പറ്റിച്ചേർന്നു. അവളുടെ കവിളിൽ തഴുകിക്കൊണ്ടിരുന്നു അവൻ. അപ്പോഴാണ് കാളിംഗ് ബെൽ മുഴങ്ങിയത്. ഈ രാവിലെ തന്നെ ഇതാരാണ്? ഇനി അമ്മയായിരിക്കുമോ? അവൻ ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റു. അച്ചുവിനെ ഒന്നുകൂടെ നോക്കിയ ശേഷം ബെഡിൽ നിന്നിറങ്ങി നിലത്ത് കിടന്ന ഷർട്ട് എടുത്തു നോക്കി. ആ ഷർട്ടിൽ പോലും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം. അവൻ ഷർട്ട് റൂമിൻ്റെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും നിർത്താതെ കാളിംഗ് ബെൽ മുഴങ്ങി. വേറൊരു ഷർട്ട് എടുത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു തിണ്ണയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മോഹനെ. ബദ്രി സംശയത്തോടെ അയാൾക്കരികിലേക്ക് ചെന്നു. എന്താ? ഗൗരവത്തോടെ അവൻ ചോദിച്ചു. മോഹൻ തിരിഞ്ഞു നോക്കി. ബദ്രി. അയാൾ അവനെ നോക്കി ചിരിയോടെ വിളിച്ചു. ബദ്രി ഉച്ചത്തോടെ ഒന്ന് ചിരിച്ചു. എന്നെ മനസ്സിലായോ? താൻ വന്ന കാര്യം പറ. ഒട്ടും താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ. അയാൾ അവന് നേരെ എഴുന്നേറ്റ് നിന്നു. ബദ്രിയെ ഒന്ന് അടിമുടി നോക്കി. ദത്തൻ്റെ അതേ ചായ. എന്നിട്ടെന്താടാ അയാൾ ഹരിയെ മാത്രം ഇങ്ങനെ ചത്ത് സ്നേഹിക്കുന്നത്? ബദ്രി മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു. അയാൾ ചിരിയോടെ അവൻ്റെ കയ്യിലേക്ക് നോക്കി. പ്രായത്തിൻ്റെ കുഴപ്പമാണ്. വന്ന കാര്യം പറഞ്ഞിട്ട് പോടോ. മകന് വേണ്ടി ഭീഷണിയുമായി വന്നതാണെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പൊക്കോ. ബദ്രി പുച്ഛത്തോടെ പറഞ്ഞു. അയാളുടെ മുഖമിരുണ്ടു. പറഞ്ഞിട്ട് പോകാനല്ല, കൊണ്ടുപോകാനാ വന്നത്. അയാൾ പറഞ്ഞത് കേട്ട് ബദ്രി മുഖം ചൊളിച്ചു. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആദ്യം നീ ഇവിടെ താമസിച്ചേക്കുന്ന ആ പെൺകുട്ടിയെ വിളിക്ക്. അവളെ കൊണ്ടുപോകാൻ വന്നതാ ഞാൻ.
അവൻ്റെ തോളിൽ തട്ടി ക്രൂരമായ ചിരിയോടെ മോഹൻ പറഞ്ഞതും ബദ്രി അയാളുടെ കൈകൾ തട്ടിമാറ്റി. എന്തുകൊണ്ടോ ഹൃദയമിടിപ്പ് കൂടി. അച്ചുവിനെ ഇയാൾക്ക് എങ്ങനെ അറിയാം? അവൻ്റെ ഉള്ളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. എങ്കിലും ഉള്ളിലെ പതർച്ച മുഖത്ത് കാട്ടിയില്ല. ഇനിയും മനസ്സിലായില്ലേ? ആ തലക്ക് സുഖമില്ലാത്ത പെണ്ണില്ലേ? അവൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറേ നാളായി തിരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. അവളെ ഇങ്ങ് വിട്ടു തന്നേക്ക്. അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് തിരിഞ്ഞു നോക്കി. പറ്റില്ലെങ്കിലോ? ബദ്രിയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും അയാൾ അവന് നേരെ തിരിഞ്ഞു. എന്താ? അവളെ വിട്ടുതരാൻ പറ്റില്ലെങ്കിലോ എന്ന്. ചുണ്ടിലൊരു പുച്ഛച്ചിരിയോടെ ഇരു കൈയും മാറിൽ കെട്ടി അവൻ നിന്നു. മോഹൻ മുഖത്തൊരു ചിരി വരുത്തി ബദ്രിയുടെ മുന്നിൽ ചെന്ന് നിന്നു. വെറുതെ എന്തിനാ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത്? അവളെ വിട്ടുതന്ന എൻ്റെ മോനെതിരെ നീ സാക്ഷി പറഞ്ഞത് ഞാൻ അങ്ങ് മറക്കും. വെറുതെ വിടും നിന്നെ. പിന്നെ ഒന്നിനും ശല്യം ചെയ്യാൻ വരില്ല. എന്തു പറയുന്നു? അയാൾ പറഞ്ഞത് കേട്ട് ബദ്രി പുഞ്ചിരിച്ചു. ഒന്നേ പറയാനുള്ളൂ, താങ്കൾക്ക് പോകാം. ബദ്രി പുറത്തേക്ക് വിരൽ ചൂണ്ടി. മോഹൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഢാ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. അറിയാൻ ഒട്ടും ആഗ്രഹമില്ല മോഹൻ സാറേ. വേഗം സ്ഥലം കാലിയാക്ക്. പെണ്ണ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് ഈ പടി കടന്നു വന്നേക്കരുത്. ദേഷ്യത്തോടെ ശബ്ദമുയർത്തി അവൻ പറഞ്ഞു. നീ കരുതിയിരുന്നോ? ഹോ, ആയിക്കോട്ടെ. ബദ്രി പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിന്നു. അയാൾ അവനെ രൂക്ഷമാക്കി നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബദ്രി നിശ്വസിച്ചു. അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ബാക്കിയായി. അവൻ അയാൾ പോകുന്നത് നോക്കി നിന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ടു ഉമ്മറത്തിൻ്റെ ഒരു മൂലക്കൽ ഉടുത്തിരുന്ന മുണ്ടുകൊണ്ട് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്ന ശങ്കറിനെ. നിലത്ത് കാലിയായി കിടക്കുന്ന കുപ്പി കണ്ടപ്പോൾ ഇന്നലെ നടന്നതെല്ലാം വീണ്ടും തെളിഞ്ഞു വന്നു. മുഷ്ടി ചുരുട്ടി പിടിച്ചവൻ ശങ്കറിനടുത്തേക്ക് പാഞ്ഞു ചെന്നു. എഴുന്നേൽക്കടാ. കാവുയർത്തി ഒരു ചവിട്ടായിരുന്നു. അമ്മേ! കൈകൊണ്ട് പുറം പരതിക്കൊണ്ട് ശങ്കർ ചാടി എണീറ്റു. മുന്നിൽ നിൽക്കുന്ന ബദ്രിയെ കണ്ട് അവൻ മുഖം ചൊളിച്ചു. പിന്നെ നിലത്ത് കിടന്ന മുണ്ടെടുത്തെടുത്തുകൊണ്ട് അവൻ ബദ്രിയെ തുറച്ചു നോക്കി. എന്താടാ, മനുഷ്യനെ ചവിട്ടിക്കൊല്ലുവോ? ഒരക്ഷരം മിണ്ടരുത് നീ. ബദ്രിയുടെ കണ്ണുകൾ ചുവന്നു. നിന്റെ കെട്ടിതുവരെ വിട്ടില്ലേ? അല്ല, ഞാൻ കൊണ്ടുതന്ന സാധനം എങ്ങനെയുണ്ട്? അവൻ കണ്ണു തിരുമ്മിക്കൊണ്ട് ബദ്രിയോട് ചോദിച്ചു. ബദ്രി പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ നോക്കി. ഉഫ് മോനെ, കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സ്വർഗം കണ്ടു. എൻ്റെ കൈ കൊണ്ട് സ്വർഗം കാണണ്ടേ? ഇറങ്ങിപ്പോയിക്കോ. അവനെ അടിക്കാൻ കൈയോങ്ങിക്കൊണ്ട് ബദ്രി പറഞ്ഞു. ഇതെന്താടാ നിന്റെ കഴുത്തിൽ? ശങ്കർ അതൊന്നും ശ്രദ്ധിക്കാതെ ബദ്രിയുടെ കഴുത്തിലെ ചുവന്ന പാടിൽ തൊട്ടുനോക്കി. ബദ്രി അവൻ്റെ കൈ തട്ടിമാറ്റി മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഷെടാ, ഇവനിത് രാവിലെ തന്നെ വെള്ളമാണോ? ശങ്കർ തല ചൊറിഞ്ഞുകൊണ്ട് നിന്നു. ബദ്രി റൂമിലേക്ക് കയറി. ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അച്ചുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവളെ നോക്കി അങ്ങനെ ഇരുന്നു. അഴിഞ്ഞുലഞ്ഞു കിടന്ന അവളുടെ മുടിയഴുകളിലൂടെ അവൻ വിരലോടിച്ചു. ചിന്തകൾ പലതും അവൻ്റെ തലച്ചോറിലൂടെ ഓടിക്കൊണ്ടിരുന്നു. അച്ചു ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. കിണ്ണാ, കണ്ണടച്ചായിരുന്നു വിളിച്ചത്. എന്തോയ്? അവൻ കുനിഞ്ഞ് അവളുടെ കാതിൽ ചുംബിച്ചു. ഇക്കിളിയാവുന്നു കിണ്ണ. അവൾ ചിണുങ്ങി ചിരിച്ചു. ആണോ? കുസൃതിയോടെ അവൻ അവളുടെ കവിളിൽ ചുണ്ടുരസി. അവൾ ചിരിച്ചു. വേദനിക്കുന്നു കിണ്ണ, എണീക്കാൻ വയ്യ. അവനെ ചുറ്റിപ്പിടിച്ച് വയറിൽ മുഖമമർത്തി. ബദ്രിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ഉള്ളിലെവിടെയോ ഒരു വേദന. അച്ചു, എഴുന്നേറ്റ് കുളിച്ചേ. ഇപ്പോൾ തന്നെയോ? അച്ചുവിന് വയ്യ കിണ്ണ. നല്ല കുട്ടിയായിട്ട് കുളിക്കച്ചു. ഇന്ന് നേരത്തെ കുളിച്ച് സുന്ദരിയായിരിക്കണം. അവൻ അവളുടെ കവിളിൽ തലോടി. കുളിക്കാതെ അച്ചു സുന്ദരിയാവൂലേ കിണ്ണ? എൻ്റെ അച്ചുട്ടി കുളിച്ചാലും ഇല്ലേലും സുന്ദരിയാ. കുളിച്ച മോളുടെ ക്ഷീണമൊക്കെ മാറും. വാ. നെറുകയിൽ അരുമയായി ചുംബിച്ചുകൊണ്ട് അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ പല്ല് തേക്കട്ടെട്ടോ? അവൾ തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നതും വേദന കൊണ്ട് വേച്ചുപോയി. ബദ്രി അവളെ താങ്ങി പിടിച്ചു. അവളുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്ന കണ്ടപ്പോൾ നെഞ്ചിൽ നിന്ന് രക്തം പൊടിയുന്ന പോലെ തോന്നി അവന്. വാ, ഞാൻ ബാത്റൂമിലേക്ക് ആക്കിത്തരാം. അവളെ കയ്യിൽ കോരിയെടുത്തവൻ ബാത്റൂമിലാക്കി കൊടുത്തു. ബ്രഷ് എടുത്ത് പേസ്റ്റാക്കി അവളുടെ കയ്യിൽ കൊടുത്തു. തണുപ്പാക്കിണ്ണ. അവൾ ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. അച്ചൂട്ടൻ പല്ല് തേക്ക്, ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവരാം കേട്ടോ. തലയാട്ടിക്കൊണ്ട് കാലുയർത്തി കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ബദ്രി മുഖത്തൊരു ചിരി വരുത്തിയത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിലേക്ക് നടക്കുന്നേരം അപ്പൂൻ്റെ റൂമിലേക്ക് എത്തി നോക്കി. അവൻ എണീറ്റിരുന്ന് ഫോണിൽ തോണ്ടുന്നുണ്ട്. ബദ്രി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വെള്ളമെടുത്ത് സ്റ്റവിൽ വെച്ച് കത്തിച്ചു.
ആഹാ, കണ്ണേട്ടൻ എഴുന്നേറ്റോ? ചായ ഉണ്ടാക്കുവാണോ? അടുക്കളയിലേക്ക് കടന്നു വന്നുകൊണ്ട് അപ്പു ചോദിച്ചു. ഇത് ചായയൊന്നുമല്ല, ബദ്രി ഗൗരവത്തോടെ പറഞ്ഞു. അപ്പു ചുണ്ടുകൊട്ടിക്കൊണ്ട് പാത്രമെടുത്ത് ചായ ഉണ്ടാക്കാൻ ഒരുങ്ങി. ചായയ്ക്ക് അടുപ്പത്ത് വെച്ചവൻ പുറത്തേക്ക് നടന്നു. ബദ്രി ചൂടുവെള്ളം കൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിൽ ചെന്ന് അച്ചുവിന് കുളിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു. അവൾക്കിടാനുള്ള ഡ്രസ്സും എടുത്തു കൊടുത്തു. ഇനി കുളിച്ചോട്ടോ. അവളുടെ കവിളിൽ തട്ടി പുറത്തേക്കിറങ്ങി. രാമച്ചനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് കണ്ണേട്ടാ അപ്പുവിൻ്റെ അലർച്ച കേട്ടത്. ബദ്രി ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ ചെന്ന് നോക്കി. മുറ്റത്ത് ചൂലും പിടിച്ചു നിൽക്കുവാണ് അപ്പു. എന്താടാ? ബദ്രി കാര്യം തിരക്കി. കള്ളു കുടിച്ചാൽ വയറ്റി കിടക്കണം. ഈ പടിയിൽ വാൾ വെച്ചത് ആരാ മനുഷ്യ? കയ്യിലുള്ള ചൂല് നിലത്തേക്ക് ഇട്ടുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു. ബദ്രിക്ക് അച്ചുവിനെ ഓർമ്മ വന്നു. അതാ ഗൗരിയാണ്. നീ ഒന്ന് വെള്ളം ഒഴിച്ചേക്ക്. എനിക്ക് സൗകര്യമില്ല. ഇന്നലെ അടിച്ചു തുടച്ചിട്ടതാ കണ്ണിച്ചോരയില്ലാത്തവന്മാർ. ബദ്രിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പു പൈപ്പിനടുത്തേക്ക് നടന്നു. ബദ്രി ചിരിച്ചുകൊണ്ട് രാമച്ചനെ വിളിച്ചു. അങ്കിൾ, ഉറപ്പാണോ ആ പെണ്ണ് തന്നെയാണോ? കണ്ടോ അവളെ? അത് അവൾ തന്നെയാണ്, എനിക്ക് ഉറപ്പാ. അവൻ്റെ കൂടെ ഒരു വട്ടുപെണ്ണുണ്ട് നീ പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ചിരുന്നു അത് അവൾ തന്നെയാണെന്ന്. ഇനി എന്താ പ്ലാൻ? ഹരി നിശ്വസിച്ചുകൊണ്ട് അയാളെ ഉറ്റുനോക്കി. ആ പെണ്ണിനെ എനിക്ക് വേണം. അവളുടെ തന്തയും തള്ളയും തീർത്തപ്പോൾ ഞാൻ കരുതി അന്നത്തോടെയെല്ലാം തീർന്നെന്ന്. പിന്നെയല്ലേ അറിഞ്ഞത് മഹി അവൻ്റെ കൊച്ചിനെ സേഫാക്കിയാണ് പോയതെന്ന്. പഴയ ഓർമ്മകളിൽ മോഹൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ബദ്രിയുടെ അടുത്ത് നിന്ന് അവളെ മാറ്റുക എന്നത് കുറച്ച് റിസ്ക്കിയാണ്. അവൻ അവളെ കെട്ടിയെന്നുമല്ലാന്നും പരക്കെ സംസാരമുണ്ട്. ഇതിനിടയിൽ വെച്ച് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് മോഹൻ പറഞ്ഞു. എന്തായാലും വേണ്ടിയില്ല. ആ പെണ്ണിൻ്റെ പേരിലാ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടടക്കം. അത്രേ ഉള്ളൂ? ഒരൊപ്പിൻ്റെ കാര്യമല്ലേ ഉള്ളൂ? ഹരി നിസ്സാരമായി ചോദിച്ചു. അല്ല ഹരി, വേറെയും പ്രശ്നമുണ്ട്. ഞാനത് ഒരിക്കൽ പറയാം. അയാൾ മറ്റെങ്ങോ നോക്കി നിന്നു. എനിക്ക് ജോലിയിൽ കയറാൻ കുറച്ചുകൂടെ കാത്തിരിക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാം. ഹരി പുഞ്ചിരിയോടെ അയാളുടെ തോളിൽ തട്ടി. മോഹൻ്റെ മുഖം തെളിഞ്ഞില്ല. അങ്കിള് വിഷമിക്കണ്ട. ഒന്നും പറ്റിയില്ലേ അവസാനത്തെ ഒരു ആയുധമുണ്ട്, നമുക്ക് അതിങ്ങെടുക്കാം. അവൻ വശ്യമായി ചിരിച്ചു. തനിക്ക് നേരെ ചായ നീട്ടിയ കൈ ദത്തൻ തട്ടിമാറ്റി മുഖം തിരിച്ചു കിടന്നു. ശബ്ദം കേട്ട് പത്മ ഓടി വന്നു. എന്താ ഉണ്ടായത്? പത്മ ഒരു മൂലയിൽ പേടിച്ചു നിൽക്കുന്ന ഹോം നേഴ്സിനോട് ചോദിച്ചു. ഹരി എവിടെ? മറുചോദ്യം ചോദിച്ചത് ദത്തനായിരുന്നു. അവൻ രാവിലെ ഇറങ്ങിപ്പോകുന്നു കണ്ടു. ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, പത്മ പുച്ഛത്തോടെ പറഞ്ഞു. ദത്തൻ ദേഷ്യം അടക്കി കിടക്കുകയാണ്. ഇതെന്താ ഏട്ടാ ചായ നിലത്തേക്ക് എറിഞ്ഞു കളഞ്ഞത്? എനിക്ക് നീ തന്നാൽ മതി, വേറെ ആരും തരേണ്ട. ഹോം നേഴ്സിനെ തുറച്ചു നോക്കി. എന്നോട് നിങ്ങളെ നോക്കണ്ട എന്നാണ് ഏട്ടൻ്റെ പൊന്നോമന പുത്രൻ പറഞ്ഞത്. ഞാൻ നോക്കിയാ ശരിയാവില്ലത്രേ. പത്മ അയാളെ നോക്കി പറഞ്ഞു. അവനെ വിളിക്ക്, എനിക്ക് സംസാരിക്കണം. വളരെ പതുക്കെയാണ് പറഞ്ഞത്. പത്മ അതനുസരിച്ച് ഫോൺ എടുത്തവന് വിളിച്ചെങ്കിലും ഹരി ഫോൺ എടുത്തില്ല.